ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഒരു സബ്ജക്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ടോപ്പിക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് ചിലപ്പോൾ ബോറടിച്ചെന്നിരിക്കാം. പരമാവധി വ്യൂസ് കുറവാണ്. സോ എന്നിരുന്നാൽ പോലും പറഞ്ഞതാണ്. കാരണം അതൊരു ചെറിയ ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിരിക്കും. ബട്ട് എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട്സ്റ്റാർ, അതിലേക്ക് ഞാനിന്നൊന്ന് കയറി. അപ്പോൾ അതിൽ ചെറിയൊരു പ്ലാനാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. സോ ആ സബ്സ്ക്രിപ്ഷനിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു മൂവി കാണാം എന്ന് വിചാരിച്ചിട്ട് സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സ്റ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി എനിക്ക് കിട്ടി. അപ്പോൾ എന്താണെങ്കിലും ആ മൂവി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് പോയി പ്ലേ ആക്കി വരുമ്പോഴത്തേക്കുണ്ട് ദേ കിടക്കുന്നു ഇത് ഹിന്ദി. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ലാംഗ്വേജസ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കുണ്ട് ഹിന്ദി, പിന്നെ സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഞാനത് അല്ലാതെ ഒന്ന് സെർച്ച് ലിസ്റ്റിൽ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജസിൽ അവൈലബിൾ ആണോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. ബിക്കോസ് ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സിനിമ കാണാൻ ഭയങ്കര ഒരു ഫീലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനെല്ലാം ഇപ്പോൾ ഈ പറയുന്ന കണക്ക് കൊറിയൻ ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഈ സിനിമകളൊക്കെ പരമാവധി അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കേൾക്കുകയും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ യൂസ് ചെയ്തിട്ടാണ് പരമാവധിയും സിനിമകൾ കാണുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ സിനിമ ഹിന്ദിയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഹിന്ദിയിൽ കാണുന്നതിൽ എനിക്കൊരു സുഖമില്ല, ക്യാ കർത്താ ഹേ ഹേ കുച്ച് ദഹി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കിട്ടുന്ന ഒരു സുഖവും എനിക്ക് ഡബ്ഡ് വെർഷനിൽ കിട്ടത്തില്ല. ഞാൻ പരമാവധി ഡബ്ഡ് വെർഷൻ ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ ഇവിടെ നാട്ടിൽ തിയേറ്റേഴ്സിൽ റിലീസാവുന്ന സിനിമകളാണെങ്കിൽ പോലും മലയാളം ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ട് തമിഴ് കാണാറുണ്ട്. കാരണം അതിൻ്റെ ഡബ്ബിങ്ങിന് എനിക്ക് വലിയൊരു സുഖം പല സിനിമകൾക്കും ഫീൽ ചെയ്തിട്ടില്ല, ചില സിനിമകൾക്ക് ഒഴിച്ച്. അങ്ങനെ എന്താണെങ്കിലും ഇതിൻ്റെ മോർ ലൈക്ക് ദിസ് ഇതേ സീരീസിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള കുറേ മൂവീസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷൻ കാണിച്ചിരുന്നു. അതിൽ കയറിയിട്ട് ഒരു മൂവി നോക്കുമ്പോൾ അത് ഐ തിങ്ക് കൊറിയൻ ആണെന്ന് തോന്നുന്നു. സോ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാഫൈറ്റഡോ അങ്ങനെ ഒരു മൂവിയാണ് അത് കാണുന്നത്. സോ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കുണ്ട് അതും അവൈലബിൾ ഇൻ ഹിന്ദി ഉള്ളി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോട്ടെ വേറെ ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദ വത്തിക്കാൻ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. ആ മൂവി എടുത്ത് നോക്കിയപ്പോഴത്തേക്കുണ്ട് അത് അതിനേക്കാളും കഷ്ടം, അതും ഹിന്ദിയിലേ അവൈലബിൾ ഉള്ളൂ. സോ ഇങ്ങനെ കുറേ മൂവീസ് വന്നിട്ട് ഒള്ളി അവൈലബിൾ ഇൻ ഹിന്ദി എന്ന് മാത്രമാണ്. ഈ സിനിമകളുടെ ഒറിജിനൽ ലാംഗ്വേജസിൽ പോലും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെ നോക്കുമ്പോൾ അല്ലല്ലോ. കാരണം എല്ലാവർക്കും സബ്സ്ക്രിപ്ഷന് ഇങ്ങനത്തുള്ള സിനിമകൾ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അങ്ങനെ നമ്മൾ പൈസ കൊടുത്തെടുത്തിട്ട് ഇവർ പറയുന്ന ഈ ലാംഗ്വേജിൽ മാത്രം നമ്മൾ സിനിമ കാണണം എന്ന് പറയുന്നത് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയല്ലേ. പ്രത്യേകിച്ചും ജിയോ ഹോട്ട്സ്റ്റാറിനകത്തോട്ട്, അതായത് ഇവർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് നേരെ ചേഞ്ച് ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഒരുപാട് കണ്ടൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്. സോ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ ഒരുപാട് കണ്ടൻസ് ഈ ഹോട്ട്സ്റ്റാർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് മാറി ജിയോയിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള മൂവീസ് കാണാൻ ശ്രമിക്കുമ്പോൾ പല മൂവീസും ഓൺലി അവൈലബിൾ ഇൻ ഹിന്ദി. എനിക്ക് തോന്നുന്നു നേരത്തെ എപ്പോഴും ഞാനൊരു സീരീസ് കാണാൻ ശ്രമിക്കുന്ന ടൈമിലും അതിൻ്റെ ഹിന്ദി ഡബ്ഡ് വെർഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതെന്താണ് ഈ ഇന്ത്യയിൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണോ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു വിചാരം? അല്ലെങ്കിൽ ഈ പല OTT പ്ലാറ്റ്ഫോംസിൽ നോക്കുമ്പോഴും ഹിന്ദിക്ക് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ സംസാരിക്കപ്പെടുന്ന ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ടാണ്. ബട്ട് ഇന്ത്യയിലേക്ക് അവരൊരു പ്രോഡക്റ്റ് തരാൻ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റ് ലാംഗ്വേജസിനും പ്രിഫറൻസ് കൊടുക്കുക. അതിപ്പോൾ ഒരുവിധപ്പെട്ട OTT പ്ലാറ്റ്ഫോംസ് എല്ലാം അവരുടെ കോണ്ടൻറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഹിന്ദിക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഹിന്ദി കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒറിജിനൽ ഓഡിയോ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഹിന്ദി നോക്കാറില്ല, ഒറിജിനൽ അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് നമ്മൾ സിനിമ കാണുന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രധാന പ്രശ്നം ഒള്ളി അവൈലബിൾ ഇൻ ഹിന്ദി. ഒറിജിനൽ ലാംഗ്വേജിൽ പോലും നിങ്ങൾ ഈ സിനിമ കാണണ്ട, ഹിന്ദിയിൽ മാത്രം ഈ സിനിമ കണ്ടാൽ മതി. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ഒരു സംസ്ഥാനങ്ങൾക്കിടയിൽ നടന്നൊരു അടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഹിന്ദിയിൽ ഏകഭാഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം ഇടക്കാലത്ത് വെച്ച് നന്നായിട്ട് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്. സോ മോദി ഗവൺമെൻറ് ഈ ഒരു പരിപാടിക്ക് ഭയങ്കര പ്രോത്സാഹനം കൊണ്ടുവന്നപ്പോഴത്തേക്ക് തമിഴ്നാട് കയറി ഇടപെട്ടു. തമിഴ്നാട് പറഞ്ഞു ഹിന്ദി ലാംഗ്വേജിൽ നമുക്ക് വലിയ താല്പര്യമില്ല, ഞങ്ങളെ ലാംഗ്വേജിൽ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വമ്പൻ വിവാദങ്ങളുണ്ടായി, വമ്പൻ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അമിത്ഷാ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു, അതിനെതിരെ സ്റ്റാലിൻ നല്ല രീതിയിൽ പ്രതികരിച്ചു, പിന്നെ കർണാടക വന്നു, അങ്ങനെ പല ആൾക്കാരും. അതായത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഒരെണ്ണമാണ് ഹിന്ദി, അല്ലാതെ രാഷ്ട്രഭാഷ ഹിന്ദി അല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടുത്തെ മറുതാരകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അതായത് ഹിന്ദിക്കൊപ്പം തന്നെ ഇംഗ്ലീഷും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ്.
അല്ലാതെ രാഷ്ട്രഭാഷ ഒരിക്കലും ഹിന്ദിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ ഒരു പ്രൊപ്പഗണ്ട കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോംസ്. അതായത് ഇപ്പോൾ ജിയോ ആണല്ലോ ഇതിൻ്റെ മേധാവി. അപ്പോൾ അവർ പറയുന്നൊരു ലാംഗ്വേജ്, അവർക്ക് പ്രിയപ്പെട്ട ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ്. സോ അതിൽ മാത്രം മതി ഈ സിനിമകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് നോർത്ത് ഇന്ത്യൻസിനും അല്ലെങ്കിൽ ഹിന്ദി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോം ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുക. അപ്പോൾ അത് വേണ്ടവർ മാത്രം അത് സെലക്ട് ചെയ്യില്ലേ? അല്ലാതെ ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസിലും കയറി കയ്യും വെച്ച് എല്ലാ ലാംഗ്വേജസിൻ്റെ സിനിമകളും മേടിച്ചിട്ട് ഒരുവിധപ്പെട്ട സിനിമകളൊക്കെ ഹിന്ദിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ആ സിനിമയുടെ ഒറിജിനൽ ലാംഗ്വേജ് എന്തുകൊണ്ട് ഇവർ അവൈലബിൾ ആക്കുന്നില്ല? നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, അവർ കോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് കൊടുക്കുക. ഏതാണ്? ഒരു സ്പാനിഷ് മൂവി അല്ലെങ്കിൽ ഒരു കൊറിയൻ മൂവി നമ്മുടെ മുന്നിലേക്ക് അവർ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ പ്രസൻറ്റ് ചെയ്തോളൂ. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കൊറിയൻ ലാംഗ്വേജിലും ആ സ്പാനിഷ് ലാംഗ്വേജിലും കൂടെ ആ സിനിമ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ ഹിന്ദി മാത്രം കൊടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. എനിക്കതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലല്ലേ ആ സിനിമ കാണാൻ താല്പര്യം. അപ്പോൾ പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഹിന്ദി മാത്രം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വേറെ ലാംഗ്വേജസ് അവൈലബിൾ അല്ലേ? അതോ വേറെ ലാംഗ്വേജസിലൊന്നും ഡബ് ചെയ്യപ്പെടുന്നില്ലേ സിനിമകൾ? ഈ ഹിന്ദിയിൽ മാത്രം എല്ലാം ഡബ് ചെയ്യപ്പെടുന്നുള്ളൂ. എനിക്ക് ക്യാ കർത്താ ഹേ ഹോ കർത്താ ഹേ കാണാൻ താല്പര്യമില്ലടേ. എനിക്ക് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഇതാ, പൈസ തരുന്നതല്ലേ. അപ്പോൾ അത് തരാൻ പറ്റാത്ത എന്താണ്? ആ ഒറിജിനൽ ലാംഗ്വേജസിൽ എന്തുകൊണ്ട് ഇവർ തരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. നമ്മൾ പൈസയും കൊടുക്കണം, ഇവർ കാണിക്കുന്ന വാശിക്ക് നമ്മൾ നിന്ന് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. കാരണം രാജ്യത്ത് ഒരൊറ്റ ഭാഷ, ഹിന്ദി ഭാഷ, അത് മാത്രം മതി. ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ ബാക്കിയുള്ള ലാംഗ്വേജസിനൊന്നും ഒരു വാല്യൂ ഇല്ല, ബാക്കിയുള്ള ലാംഗ്വേജസ് ഒന്നും ഉരുത്തിരിഞ്ഞ് വന്നതൊന്നും ചരിത്രമല്ല, ഹിന്ദിക്ക് മാത്രമാണ് എല്ലാ പ്രാധാന്യവും, ഹിന്ദിയാണ് സർവ്വതും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പക്ഷത്തിൻ്റെ വാശിയാണ് ഈ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള മൂവീസ് എന്തിനാണ്? അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മൂവി, അല്ലെങ്കിൽ ഒരു കൊറിയൻ മൂവി, അല്ലെങ്കിൽ ഒരു സ്പാനിഷ് മൂവി, ജർമ്മൻ മൂവി, ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജസ് അവൈലബിൾ ആക്കാതെ ഹിന്ദി മാത്രം അവൈലബിൾ ആക്കുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണെങ്കിലും ജിയോയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടൊരു മെയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം നമ്മളിതിന് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നത്. സോ അതിനകത്ത് വരുന്ന കണ്ടൻസ് കാണാൻ എനിക്ക് താല്പര്യമുള്ള കണ്ടൻസ് എനിക്ക് താല്പര്യമുള്ള ലാംഗ്വേജിലല്ലേ അവൈലബിൾ ആക്കേണ്ടത്. ഇനി മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഒന്നും അവൈലബിൾ അല്ല, ഒറിജിനൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹാപ്പിയാണെന്നേ, ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ വെച്ച് തന്നെയാണ് എല്ലാ സിനിമകളും കാണാൻ ആഗ്രഹിക്കുന്നത്. അത് തരാതെ ഒറിജിനൽ ലാംഗ്വേജും തരത്തില്ല, പകരം നിങ്ങൾ ഹിന്ദിയിൽ മാത്രം കാണുക എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലുള്ളൊരു വികാരം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഞാനങ്ങനെ ഈ പറയുന്ന കണക്കുള്ള 3-4 സിനിമകൾ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാണാൻ എനിക്ക് താല്പര്യമില്ല, അതിനോടുള്ളൊരു ഇൻട്രസ്റ്റേ നഷ്ടപ്പെടും. ഇപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലാവത്തില്ല. എനിക്ക് ചില സിനിമകൾ തമിഴിൽ കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ ശരി, അതിൻ്റെ കൂടെ ഒറിജിനൽ ലാംഗ്വേജ് വേറെ ഏതെങ്കിലും ആയിരിക്കും, ബട്ട് തമിഴ് അവൈലബിൾ ആണ്. ഞാൻ തമിഴ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈസി ആണല്ലോ, സബ് ടൈറ്റിൽ വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തമിഴ് കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ, പക്ഷേ അവിടെയും അവൈലബിൾ ഒറിജിനൽ ലാംഗ്വേജ് ഉണ്ട്, ഒറിജിനൽ ഓഡിയോ ഉണ്ട്, പക്ഷെ അത് തരുന്നില്ല. ഇത് ഹിന്ദി 5.1, എനിക്ക് ഹിന്ദി 5.1ൻ്റെ ആവശ്യമില്ലടേ. ഞാൻ ഒറിജിനൽ ലാംഗ്വേജ് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ബട്ട് അതിനുള്ള റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണെങ്കിലും ഒരു മെയിൽ അവർക്ക് അയക്കുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്നിട്ട് ഈ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചുകൂടെ? ഇവരുടെ വാശിക്കനുസരിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവരുടെ വാശിക്കനുസരിച്ചുള്ള സിനിമകൾ ഇവർ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിൽ മാത്രം നമ്മൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മുമ്പ് നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അവൈലബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻ ഇന്ത്യ മൾട്ടിപ്പിൾ ഇന്ത്യൻ ദേശീയ ലാംഗ്വേജസ് അവൈലബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം തമിഴ്, ഹിന്ദി, കന്നഡ ഇങ്ങനെ 3-4 ലാംഗ്വേജിലും കൂടെ ഡബ് ചെയ്യാനുള്ള ചാൻസസ് കൊടുക്കണം, എന്നിട്ട് അത് അവൈലബിൾ ആക്കണം. സോ അപ്പോൾ അത്രയും കൂടെ ഓഡിയൻസിന് കിട്ടില്ലേ. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദി മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിപാടി പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാർ അതിന് നല്ല രീതിയിൽ ചുക്കാൻ പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ മെയിൽ കൊടുത്തതിന് ശേഷം അവരുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. റെസ്പോൺസ് വരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിന് ശേഷം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതൊരുമാതിരി നമ്മൾ മണ്ടന്മാരാവുന്നൊരു പരിപാടിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആൾക്കാരിലും ഈ തോട്ട്സ് എത്താറില്ല.
അങ്ങനെ ആ ഒരു തോട്ട്സ് അവരുടെ അടുത്തേക്കൂടെ എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും